ഏറെ നാളായിട്ടില്ല ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ലഡാക്കിലെ തടാകങ്ങളിൽ പട്രോളിംഗ് നടത്തി ഇന്ത്യൻ സൈന്യത്തിന് നേരെ ചൈന പ്രകോപനം സൃഷ്ടിച്ചിട്ട്. നിയന്ത്രണ രേഖയിലെ ഇന്ത്യയുടെ ഭാഗത്തുള്ള റോഡ് നിർമ്മാണത്തെ ചോദ്യം ചെയ്യാനും ചൈന തുനിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന പോലെയാണ് ചൈനയുടെ നീക്കങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അത് ആര് ജയിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ചൈനയുടെ യുദ്ധക്കോപ്പുകളോട് കിടപിടിക്കുന്ന യുദ്ധസാമഗ്രികൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ടെന്നിരിക്കെ ഇന്ത്യയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ചൈന നടത്തുമോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയെ തകർക്കാൻ ചൈനയുടെ കയ്യിൽ സ്ട്രിംഗ് ഓഫ് പേൾസ് പോലെയുള്ള പദ്ധതികളുണ്ട്. ഇതിനെ തകർക്കാനായി ഇന്ത്യ സ്ട്രിംഗ് ഓഫ് ഫ്ലവേഴ്സ് പോലുള്ള യുദ്ധതന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ആരാകും ജയിക്കുക എന്ന ചോദ്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം നടക്കുമോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തി കൂടുതൽ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ചൈനയുടെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ തിരിച്ചടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയും അതോടൊപ്പം ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ മാസം ആദ്യം കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ കടന്നു കയറിയ ചൈനീസ് പട്ടാളം ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ കൂടുതൽ ഭൂപ്രദേശങ്ങളായിരുന്നു എന്നത് സുവ്യക്തമാണ്. ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന സൂചനകൾ ലഭിച്ചതോടെ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അഭിനന്ദനാർഹമായ നീക്കമാണ് നടത്തിയത് എന്ന് പറയാതെ വയ്യ. എങ്കിലും ആ നീക്കങ്ങളൊക്കെ തന്നെയും ചൈനയുടെ വായടപ്പിക്കാൻ പോകുന്നതാണോ എന്ന സംശയം ബാക്കിയാണ്. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ആരോഗ്യ മേഖലകൾ തകർച്ചയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നായിരിക്കില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ നെഞ്ചുവിരിച്ച് നിൽക്കുമ്പോൾ ചൈനയോട് ഒരു യുദ്ധം നടത്തി ശക്തി തെളിയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാവണം വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തി ചൈനയെ ഇന്ത്യ ചെക്ക് വിളിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട 5ഓളം നീക്കങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിർത്തിയിൽ ചൈന പിടിമുറുക്കുന്നുണ്ടെന്ന് മനസ്സിലായ ഉടൻ ഇന്ത്യ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചതുകൊണ്ട് ചൈനയുടെ വലിയൊരു തന്ത്രം നടക്കാതെ പോയി. ഇതാണ് ഇന്ത്യൻ സേന ഇപ്പോൾ ചെയ്തതിൽ വെച്ച് പ്രശംസ അർഹിക്കുന്ന ആദ്യത്തെ കാര്യം. ചൈനീസ് പട്ടാളം കടന്നു കയറാനിടയുള്ള നിർണായക ഭാഗങ്ങളിൽ നമ്മുടെ സൈന്യം നിലയുറപ്പിച്ചതിനാൽ കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാൻ ചൈനയ്ക്ക് കഴിയില്ലെന്ന് സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നു. അതിർത്തിയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങൾക്ക് പുല്ലുവില നൽകാതെ ആഭ്യന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്ത വമ്പൻ നീക്കം. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിക്കുള്ളിൽ ഇന്ത്യ നടത്തുന്ന നിർമ്മാണങ്ങളെ ചൊല്ലി ഇരു രാജ്യങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ വിമാനങ്ങൾക്ക് അടിയന്തര ലാൻഡിങ്ങുകൾ നടത്താവുന്ന വിധം റോഡുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ യുദ്ധാനുകൂല സംവിധാനങ്ങളുമായി ചൈനയുമായുള്ള അതിർത്തിയിൽ 17 വലിയ പാതകളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആയുധ സംഭരണ അറകൾ, ഇന്ധനം, ലാൻഡിംഗ് ലൈറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നീ സജ്ജീകരണങ്ങളോടെയാണ് ഈ റോഡുകൾ നിർമ്മിക്കപ്പെടുന്നത്. മൊത്തം 61 റോഡുകളാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവയിൽ വിമാനമിറക്കാൻ സൗകര്യമുള്ള 29 റോഡുകൾ നിർമ്മിക്കാനാണ് കേന്ദ്രം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. വരും കാലങ്ങളിൽ ചൈനയുമായി നേരിട്ടൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. എങ്കിലും ഇവയിൽ 13 മാത്രമേ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കൂ. കൂടാതെ തെക്കൻ കാശ്മീരിലെ ദേശീയപാത 44-ൽ 3.5 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗതാഗത മന്ത്രാലയം തുടക്കം കുറിച്ചിരിക്കുന്നത്. തെക്കൻ കാശ്മീരിലെ ബീജ് ബെഹാര പ്രദേശത്തെ ശ്രീനഗർ ബനിഹാൽ ഹൈവേയിലാണ് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നിർണായക സൈനിക ഉടമ്പടി ഒപ്പുവെച്ചതാണ് ഇനി പറയേണ്ടത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കാനുള്ള കരാറിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസും തമ്മിൽ നടന്ന വിർച്വൽ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് കരാർ ഒപ്പുവെച്ചത്. ഇതുൾപ്പെടെ 7 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ട്. ഇത് തീർച്ചയായും ചൈനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാകും. ഇതാദ്യമായാണ് ഒരു വിദേശ ഭരണാധികാരിയുമായി മോദി ഉഭയകക്ഷി ചർച്ച വിർച്വലായി നടത്തുന്നത്. തുടർന്നും ഇത്തരം നീക്കങ്ങൾ ഇന്ത്യ നടത്തിയാൽ നേരിട്ടൊരു യുദ്ധം അസാധ്യമായി മാറാനാണ് സാധ്യതകൾ. ഇനി അഥവാ ഒരു യുദ്ധം നടന്നാൽ അതൊരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങുമെന്നുറപ്പാണ്. ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ ഇതുവരെ വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഏതായാലും ചൈനയുടെ പക്ഷത്തും ഇന്ത്യയുടെ പക്ഷത്തും രാജ്യങ്ങൾ അണിനിരന്നാൽ ലോകയുദ്ധമല്ലാതെ മറ്റെന്ത് സംഭവിക്കാനാണ്? കരാർ പ്രകാരം ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സേനകൾക്ക് രണ്ട് രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള സൈനിക താവളങ്ങൾ ഉപയോഗിക്കാം. യുദ്ധക്കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും സേനാ താവളങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇതുവഴി കഴിയും. മേഖലയിൽ ചൈന ഉയർത്തുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ നീക്കം. ഓസ്ട്രേലിയയ്ക്ക് മുമ്പ് അമേരിക്കയുമായി സമാന കരാർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. ഇനി പറയാനുള്ളത് ചൈന ഇന്ത്യ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച ഇന്ത്യൻ നീക്കമാണ്. ചൈനീസ് സേന നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് പിന്മാറണമെന്നും ചൈന സൈനിക ഉപകരണങ്ങൾ പിൻവലിക്കണമെന്നും ഇന്ത്യ ഈ ഉപാധിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച നടക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ തലത്തിലുള്ള ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഇന്ത്യ അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെയ് ആദ്യവാരമാണ് ചൈന ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറിയത് എന്നതിനാൽ മെയ് ആദ്യവാരത്തിന് മുമ്പുള്ള സ്ഥാനത്തേക്ക് മാറാൻ ചൈനീസ് പട്ടാളം തയ്യാറാവണം. ചൈന വിന്യസിച്ച ടാങ്കുകളും തോക്കുകളും പിൻവലിക്കണമെന്ന ഉപാധിയും ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. ചൈന ഉപാധികൾ അംഗീകരിച്ചാൽ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള സേനയെ പിൻവലിക്കാൻ തയ്യാറാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ബൊഫേഴ്സ് തോക്കുകൾ ഉൾപ്പെടെ ശക്തമായ സേനാ വിന്യാസമാണ് ഇന്ത്യ ലഡാക്കിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ മേജർ ജനറൽ, ബ്രിഗേഡിയർ തലത്തിലുള്ള ചർച്ചകളാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളിൽ നടത്താറ്. കുറച്ചുകൂടി ഉന്നത തലത്തിലുള്ള ചർച്ചകൾ നടത്താനാണ് ഇത്തവണ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വിഷയം പരിഹരിക്കാൻ ചൈനയ്ക്കുള്ള താൽപ്പര്യമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരമാവധി പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ച രണ്ട് ആശയങ്ങളായിരുന്നു ആത്മനിർഭര ഭാരതും വോക്കൽ ഫോർ ലോക്കലും. ചൈനീസ് ഉൽപ്പന്നങ്ങളെ പതിയെ കുറച്ചു കൊണ്ടുവരുവാനും COVID-19 മൂലം വിറങ്ങലിച്ചു നിൽക്കുന്ന സാമ്പത്തിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാനും ഇത് സഹായിക്കുമെന്നതിനാൽ ഈ നീക്കവും എടുത്തു പറയേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ ഈ കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഓരോ ഇന്ത്യൻ പൗരനും ഉപയോഗിക്കേണ്ട 5 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ആരോഗ്യ സേതു, ഷെയർ ചാറ്റ്, ഭീം UPI, ജിയോ സാവൻ, ഇൻഷോർട്സ് എന്നിവ. ചൈനീസ് ഉൽപ്പന്നങ്ങളും ആപ്പുകളും ഉപേക്ഷിച്ച് ഇന്ത്യൻ നിർമ്മിതവും ഏറെ പ്രചാരത്തിലുമുള്ള ഈ ആപ്പുകൾക്ക് പരിഗണന നൽകാനാണ് സർക്കാർ നീക്കം. ഈ നീക്കങ്ങളും അതോടൊപ്പം ഓസ്ട്രേലിയയും അമേരിക്കയും ഒക്കെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും ചൈനയെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. നിലവിൽ ചൈനയുടെ മുഖ്യ ശത്രു ഒരിക്കലും ഇന്ത്യയല്ല, അത് അമേരിക്കയാണ്. വ്യാപാരപരവും കോവിഡ് രോഗവ്യാപന കാരണത്താലും ഇരു രാജ്യങ്ങളുടെയും ബന്ധം മോശമാണ്. ശത്രു പട്ടികയിൽ നിലവിൽ 2ാമത്തെ പരിഗണനയാണ് ഇന്ത്യയോട് ചൈനയ്ക്കുള്ളത്. ഇന്ത്യൻ അതിർത്തിയിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൽക്കാലം മാറ്റിവെച്ചാൽ ചൈനയ്ക്ക് തായ്വാൻ, പടിഞ്ഞാറൻ പസഫിക് മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാകും. അതിനായി സൈനിക ശക്തി വിപുലീകരിക്കുന്നതിലൂടെ മറ്റൊരു യുദ്ധസാധ്യത ഇവിടെ ഒഴിവാക്കാനാകും ചൈന ശ്രമിക്കുക എന്ന് വിദേശ മാധ്യമങ്ങൾ കരുതുന്നു. ഇനി അവർ മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യയുടെ റോഡ് പണിയെ എതിർത്താണ് ചൈനീസ് പട്ടാളം കടന്നു കയറിയത്. റോഡ് പണിക്കിടെ പട്രോളിംഗ് നടത്തിയ ചൈനീസ് മേജറിന്റെ മൂക്കിടിച്ചു പരത്തിയ ഇന്ത്യൻ ലഫ്റ്റനന്റിനെ കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചൈന ഇന്ത്യ അതിർത്തിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇന്ത്യയുടെ റോഡ് നിർമ്മാണത്തോട് എപ്പോഴും അതീവ ജാഗ്രതയോടെയാണ് ചൈന പ്രതികരിക്കാറുള്ളത്. ചൈന ഇന്ത്യ അതിർത്തിയെ ഇന്ത്യൻ മിലിറ്ററി പോസ്റ്റുമായി ഈ റോഡ് ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. പാങ്കോങ് തടാകത്തോട് ചേർന്നുള്ള ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയോട് ചേർന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന റോഡും ചൈനയുടെ സ്വൈര്യം കെടുത്തുന്നുണ്ട്. ഗാൽവൻ നദിയോട് ചേർന്നുള്ള റോഡ് നിർമ്മാണങ്ങളെ ചൈന നേരിടുന്നത് തന്ത്രപരമായി അതിർത്തി മേഖലകളിൽ അവർ എത്ര ദുർബലമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണെന്ന് മനസ്സിലാക്കാം. മുമ്പ് ഇന്ത്യ ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് ചൈന റോഡുകൾ ഉണ്ടാക്കുന്നതിനെ ഇന്ത്യ എതിർത്തിരുന്നു. ഗാൽവനിൽ പണി നടക്കുന്നിടത്ത് 2 കമ്പനി സൈന്യത്തെയാണ് ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്. ഗാൽവൻ താഴ്വരയുൾപ്പെടെ ദൗലത് ബേഗ് ഓൾഡി പ്രദേശത്ത് ഇന്ത്യ 2-3 വർഷമായി റോഡുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ പണി നടത്തുന്നിടത്ത് ചൈന ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്താറുണ്ട്. 5000 പട്ടാളക്കാരെയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന വിന്യസിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യയുടെ ഭാഗത്തും ചൈനീസ് പട്ടാളമുണ്ട്. ഇന്ത്യയും സൈനിക ശക്തി കൂട്ടിയിരിക്കുകയാണ്. 1967 യുദ്ധത്തിന് ശേഷം
1967 യുദ്ധത്തിന് ശേഷം ഒരു വെടിവെപ്പ് പോലും ഉണ്ടാകാത്ത പ്രദേശമാണിതെന്ന് ഓർക്കണം. അങ്ങോട്ട് കയറി ചൊറിയുന്ന സ്വഭാവം ഇന്ത്യക്ക് പണ്ടേയില്ല. എന്നാൽ അതിർത്തിയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറാവുകയുമില്ല. ഇന്ത്യ സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ സ്വന്തം അതിർത്തിയുടെ പ്രതിരോധത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൃഢവും ധീരവുമായ നിലപാടാണ് എടുക്കാറുള്ളത്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം പ്രധാനമായും 3 മേഖലകളിലാണ്. 90,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കിഴക്കൻ മേഖല, ഇത് അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടം ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. ലഡാക്കിനോടും അക്സൈ ചീൻ മേഖലകളോടും ചേർന്ന പടിഞ്ഞാറൻ മേഖലയാണ് മറ്റൊന്ന്. സിൻജിയാങ് ജില്ലയോട് ചേർന്ന ഇവിടം 33,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരും. ഈ ഭാഗം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. നേപ്പാളിനോട് ചേർന്ന 2,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മധ്യ സെക്ടറാണ് മൂന്നാമത്തേത്. ഇന്ത്യ ചൈന അന്താരാഷ്ട്ര നിയന്ത്രണ മേഖലയിലാണ് 1962 യുദ്ധശേഷം ഇരു രാജ്യങ്ങളും അതിർത്തിയായി കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ 13ഓളം സ്ഥലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കവുമുണ്ട്. ഇവിടെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ ചൈന സമ്മർദ്ദം ചെലുത്തുന്നു. 3ഓളം ഇടങ്ങളിൽ ചൈന അതിർത്തി മറികടന്നിട്ടുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര നിയന്ത്രണ രേഖയോട് ചേർന്ന ഇന്ത്യൻ ഭാഗങ്ങൾ ശക്തിപ്പെടുത്താൻ വിവിധ ശ്രമങ്ങൾ ഇന്ത്യയും നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് പണി പൂർത്തീകരിക്കുന്ന ഘട്ടം എത്തിയിരിക്കുകയാണിപ്പോൾ. മുൻപുള്ളതിനേക്കാൾ 40% യാത്രാസമയം കുറയ്ക്കാൻ ഈ റോഡ് പണിക്കായി. ഇവിടേക്കുള്ള ചെറു റോഡുകളുടെ പണി 2022 പൂർത്തിയാകും. ഇത് ചൈനയ്ക്ക് സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല. കോവിഡ് അനന്തരം ചൈന ഇവിടങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കാൻ സാധ്യത കുറവല്ല. മുൻപ് 2017 ചൈന ഭൂട്ടാൻ അതിർത്തിയിലെ ഡോക്ലം ഭാഗത്ത് ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധം ചൈനയെ അമ്പരപ്പിച്ചു. അവരുടെ മേൽക്കോയ്മയ്ക്ക് നേരെയുള്ള വ്യക്തമായ കടന്നുകയറ്റമാണ് ചൈന ഇവിടെ കണ്ടത്. ഡോക്ലം സംഭവം സമാധാനപരമായി പര്യവസാനിച്ചെങ്കിലും ചൈന അതിർത്തിയിൽ നടത്തുന്ന ഇന്ത്യൻ നീക്കങ്ങളോടുള്ള അതിജാഗ്രത ഇതിലൂടെ പുറത്തുവന്നു. ചൈന ഇന്ത്യ നിയന്ത്രണ രേഖയിലെ കടന്നുകയറ്റം ഈ ജാഗ്രതയുടെ ആധിക്യം തുറന്നുകാട്ടുന്നു. അതേസമയം ചൈനയുമായുള്ള സംഘർഷം ഉഭയകക്ഷി മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന് വിദേശകാര്യ പ്രതിരോധ വിദഗ്ധർ പറയുന്നു. പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം സൗമ്യമായി നിരാകരിച്ച് ചൈനയുമായി നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് വിദേശകാര്യ വിദഗ്ധൻ അനിൽ വാഗ്ദാൻ പറയുന്നത്. ചൈനയുമായി നേരിട്ട് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണമെന്ന് വിദേശകാര്യ വിദഗ്ധൻ അനിൽ വാദ്വ പറഞ്ഞു. അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ സൈനിക തലത്തിൽ ഇന്ത്യയും ചൈനയും സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.